കോട്ടയംകാരനാ ഞാനും. അപ്പൊ സെയിം നാട്ടുകാര് നമ്മള്. എന്നാടാ ഉവേ അല്ലേ? അതല്ലേ ഞാനങ്ങനെ പറയാറില്ല, അങ്ങനെ പറയുന്നു. ഞാനിങ്ങനെ എങ്ങനെ പറയുന്ന ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഒരു പാട്ടുണ്ടല്ലോ, കൈതപ്പുഴ ഈ കായലിൽ ട്രാജഡി പറയുമ്പോഴാണ് എൻ്റെ ഈ ഉള്ള പാട്ടൊക്കെ മൂന്നും പെൺകുട്ടികളാ. പിള്ളേരാ. അതിനൊരു കുറവും വരുത്തിയിട്ടില്ല, അമാന്തത വരുത്തിയിട്ടില്ല. അതിന് കമന്റ് ഒക്കെ വരാറുണ്ട്. കഷ്ടപ്പാടും ദുരിതമാണെങ്കിലല്ലേ ചറപറ പിള്ളേർ ഇതൊക്കെ വലിച്ചു കയറ്റി വിടും. അത് കയറ്റി വിടും 100%. ഇതായിരിക്കും നിങ്ങളുടെ ഹൈലൈറ്റ്. അറിയാമോ, എന്നെ അടുത്തറിഞ്ഞാൽ എന്നെ വെച്ച് ഇല്ലാതെ ഒന്നില്ല എന്താ ശരിയല്ലേ? പട്ടേ പഠിക്കുകയാണ്. ഈ പ്രേമിച്ച് ഇരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അടിവയറ്റി മഞ്ഞുതുള്ളി വീഴുന്നൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് അതുണ്ടാവോ? ചുമ്മാതയാ. കല്യാണം ഒന്ന് കഴിച്ചു നോക്ക്, ഈ മഞ്ഞുതുള്ളിയൊക്കെ പോകും. അപ്പൊ പിന്നെ തിളച്ചവെള്ളം ആവും. പിന്നെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ ഉണ്ടാകുന്ന അമ്മച്ചി പ്രസവിക്കാൻ നിൽക്കണം. തൊട്ടപ്പുറത്തെ വീട്ടിലെ അച്ഛനാണ് എൻ്റെ അച്ഛൻ ഓർത്തായിരുന്നു വെച്ചത്. അതിന് ശേഷമാണ് ഒരു സ്ഥലം പോയപ്പോൾ ഈ പുള്ളിയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അങ്ങനെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ തന്തയില്ലാത്തവളെ അങ്ങനെയൊക്കെ വരുമ്പോൾ വിഷമം. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. അറിയാം കഷ്ടപ്പാട് എന്താണെന്നറിയാം. ഒരു നേരം ഭയങ്കര കഷ്ടപ്പാട്, പട്ടിണി. ഞാനൊക്കെ എൻ്റെ കെട്ടിനോട് വന്നിട്ടാണ് ബിരിയാണി അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട്. അമ്മ മെഡിക്കലിനൊക്കെ വാങ്ങി തെണ്ടി വളർത്തിട്ട് പോലും ഒരാളുടെ മുന്നിൽ, അച്ഛനെ വീട്ടുകാരുടെ മുന്നിൽ, അമ്മയുടെ ആൾക്കാരുടെ മുന്നിൽ ഞങ്ങളെ ഭക്ഷണത്തിനാകുമ്പോൾ ഒറ്റയ്ക്ക് തെണ്ടി. ഓട്ടോമാറ്റിക്കലി മെഡിക്കൽ കോളേജിലും അതൊക്കെ തോർത്ത് വെച്ച് തെണ്ടുക എന്ന് പറഞ്ഞാൽ അതൊരു തെണ്ടലല്ലേ, അതൊരു ക്ഷണം തന്നെയല്ലേ. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ശിവങ്കാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഐസ് ബ്രേക്ക് എൻ്റർടൈൻമെൻറ്റ്സ്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ ഏറെ പ്രശസ്തയായ ഒരു വ്യക്തിത്വമാണ് എൻ്റെ മുന്നിലുള്ളത്. മറ്റാരുമല്ല, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സുചേച്ചി. സുചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. അടിപൊളി, നന്നായി പോകുന്നു. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെയാണ് ചേച്ചി കൂടുതൽ പ്രശസ്തയാവുന്നത്. അതിനേക്കാൾ കൂടുതൽ ചേച്ചിയുടെ കഥകളാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ആകർഷണീയമായി എത്തിയതെന്ന് വേണം പറയാൻ. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് നമ്മുടെ ഈ ഐസ് ബ്രേക്ക് എൻ്റർടൈൻമെൻറ്റ്സിൽ വന്നിരിക്കുമ്പോൾ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം ഇപ്പോൾ പറഞ്ഞില്ലേ, ബമ്പർശ്ശേരി കൂടെ ഞാൻ അറിഞ്ഞു കുറേ കഥകളുണ്ട്. ഒത്തിരി കഥയിലൂടെ കഷ്ടപ്പെട്ട് വളർന്ന് വന്ന ഒരാളാണ്. ജനിച്ചപ്പോൾ മുതൽ വിവാഹം കഴിച്ചിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും ഭയങ്കര വിഷയത്തിൽ, അതൊക്കെ സ്റ്റാൻഡപ്പ് കൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം അതൊക്കെ തരണം ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് 8 സെൻറ്റ് സ്ഥലം മേടിച്ചു. ഈ 15-ാം തീയതി എൻ്റെ വീട്ടിൽ കല്ലിടലായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു മീഡിയ കൂടെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ പോലും കേട്ടിട്ടില്ല. എൻ്റെ കല്ലിടലായിരുന്നു. നാളെ പണി തുടങ്ങുകയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം ഒന്നും അല്ലായ്മയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിയല്ലോ, നല്ല രീതിയിൽ തന്നെ. ഒരു നെഗറ്റീവും കേൾപ്പിക്കാതെ ഇവിടം വരെ എത്തി. ഇന്ന് ഞാനൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെ അനുഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും വലിയ വിശേഷം. അതായത് സ്വാഭാവികമായിട്ടും ഈ ചാനലിലൂടെ വളർന്ന് ഇപ്പോൾ പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. പന്തലിച്ചോന്ന് അറിയത്തില്ല, പന്തലിക്കും. അതിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ചേച്ചി, നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ ചെറുപ്പ കാലഘട്ടം, ചേച്ചിയുടെ യൗവന കാലഘട്ടം, ചേച്ചിയുടെ പഠന കാലഘട്ടം, ചേച്ചിയുടെ ജനനം മുതലുള്ള എല്ലാ കാര്യങ്ങളും, ഇന്നിപ്പോൾ ദ പ്രസൻറ്റ് ചേച്ചി എങ്ങനെയാണ്, അവിടെ വരെയുള്ള കാര്യങ്ങൾ ഫ്രം ദി മൊമെൻറ്റ് വരെ പറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് പയ്യെ പോഡ്കാസ്റ്റിലേക്ക് ആരംഭിച്ചാലോ? എവിടെയാണ് ജനനം? തിരുവഞ്ചൂര്. കോട്ടയംകാരനാ ഞാനും. അപ്പോൾ സെയിം നാട്ടുകാര് നമ്മള്. എന്നാടാ ഉവേ അല്ലേ? അതല്ലേ ഞാനങ്ങനെ പറയാറില്ല, അങ്ങനെ പറയുന്നു. ഞാനിങ്ങനെ പറയുന്ന. അപ്പം ചേച്ചി തിരുവഞ്ചൂര്, അച്ഛൻ അമ്മ ഒക്കെ എന്തായിരുന്നു ചെയ്യുന്നത്? അച്ഛൻ രണ്ടുപേരും കൂലിപ്പണിക്കാരായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളൂ, എല്ലാവർക്കും ബോറടിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. അമ്മ സ്നേഹിച്ച് കിട്ടിയതാണ്, അച്ഛനെ കല്യാണം കഴിച്ചാണ്. അപ്പോൾ ഞങ്ങൾ 3 മക്കളായിരുന്നു. ഞാൻ ഉണ്ടായ സമയം ഞങ്ങൾ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അതുപോലെ ഭയങ്കര കഷ്ടപ്പാടിൽ കൂടി ഒത്തിരി എല്ലാവരും കേട്ടത്. അല്ല, അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയുമ്പോൾ അച്ഛൻ ചെറിയ പ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ച് പോയി. ഞാൻ ഉണ്ടാകുന്ന അമ്മച്ചി പ്രസവിക്കാൻ നിൽക്കണം എന്നെ. പ്രസവന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരുമാതിരി പ്രായത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു 4-5 വയസ്സ് വരെ ഒന്നും ഞാൻ അറിയില്ല, എനിക്ക് ഏതാ അച്ഛൻ എന്നൊന്നും അറിയില്ലായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലെ അച്ഛനാണ് എൻ്റെ അച്ഛൻ ഓർത്തായിരുന്നു അച്ഛൻ.
അതിന് ശേഷമുള്ള ഒരു സ്ഥലം പോയപ്പോൾ ഈ പുള്ളിയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അങ്ങനെ അറിയാം. അല്ല ഞാൻ ചോദിക്കുന്നത് അച്ഛൻ എന്താ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛൻ്റെ പേരെന്താണ്? ചന്ദ്രൻ എന്നാണ്. ചന്ദ്രൻ എന്നാണ് പേര്. എന്തായിരുന്നു ചെയ്യുന്നത്? ബസ്സിലെ കിളിയായിരുന്നു. ബസ്സിലെ കിളിയായിരുന്നു. ആ, അപ്പം മറ്റൊരു എന്തെങ്കിലും പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോയതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് വളർത്തിയത്? എൻ്റെ അമ്മ ഞങ്ങളെ ഒറ്റയ്ക്കാണ് വളർത്തിയത്. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാം എൻ്റെ അമ്മയായിരുന്നു എനിക്ക്. അമ്മ എന്തായിരുന്നു ചെയ്യുന്നത്? അമ്മച്ചിക്ക് ഞങ്ങളെ വളർത്തുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ആൾക്കാർ അച്ഛൻ്റെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വളർത്താനൊക്കെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആക്രി പെറുക്കി വിറ്റും. ഞാൻ പൊടിക്കുഞ്ഞായിരുന്ന സമയത്ത്, ചോര കുഞ്ഞായ സമയത്ത് ആരും ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. സമയത്ത് ഹോട്ടലും വാതക്കലൊക്കെ തുണിയൊക്കെ വിരിച്ച് തെണ്ടി വളർത്തിയ ഞങ്ങളെ കഷ്ടപ്പെട്ട്. ഹോട്ടലിൻ്റെ പുറകിൽ നിന്നൊക്കെ കളഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റ് കളയാതെ ഭക്ഷണം കഴിച്ച് വളർന്ന ആളാണ്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകൾ വളർന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അമ്മച്ചിയായിരുന്നു എനിക്ക് റോൾ മോഡൽ. അമ്മച്ചിയാണ് എല്ലാം. അല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അല്ല ഞാനപ്പോൾ ചോദിക്കുന്നത് ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് നല്ല നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനമായിട്ട് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ വാത്സല്യം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചെറുപ്രായത്തിലാണ് അല്ലേ? അതാണ് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക, നമ്മളെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന, നമ്മുടെയൊക്കെ പ്രചോദനമാകുന്ന ഒരു ജീവിതം നമുക്ക് തരുന്നത് അവർ നമ്മൾക്ക് കാണിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങളും അവർ നൽകുന്ന സ്നേഹവും വാത്സല്യത്തിലൂടെയൊക്കെയാണ്. അപ്പോൾ അത് ശരിക്കും അച്ഛൻ്റെ വാത്സല്യം കിട്ടിയിട്ടേ ഇല്ല അല്ലേ? എനിക്കതെന്നാന്ന് അറിയത്തില്ല. ചിലരൊക്കെ പറയത്തില്ലേ അച്ഛൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന്. എനിക്കത് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഫീലിംഗ് അറിയത്തില്ല. എനിക്കിപ്പോഴും ഞാൻ അച്ഛാന്ന് ഞാൻ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. പരിചയപ്പെട്ടതിന് ശേഷവും വിളിച്ചിട്ടില്ല. നേരത്തെ വിളിച്ചു. എനിക്ക് അച്ഛൻ്റെ ഫീലിങ്സ് അറിയില്ല, അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിയില്ല. അതിനൂടെ എനിക്കൊരു അമ്മ തന്നിട്ടുണ്ട്. അതല്ല അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ സ്നേഹമാണ്. എൻ്റെ അമ്മനെ പോലെ ആർക്കും ഒരു അമ്മനെ കിട്ടിക്കാണുള്ളൂ എൻ്റെ ഒരു വിശ്വാസം. അല്ല അച്ഛൻ നിങ്ങളെത്ര കുട്ടികളാണ്? 3 മക്കളാണ് അല്ലേ? അനിയത്തിയാണോ ചേട്ടത്തിയോ? ഏറ്റവും ഇളയതാണ്. ഏറ്റവും ഇളയത്. എൻ്റെ മൂത്തൊരാങ്ങള, മൂത്ത ചേച്ചിയായിരുന്നു. ചേച്ചി മരിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ അച്ഛൻ്റെ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സ്നേഹം കിട്ടണമെന്നല്ല, ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ തന്തയില്ലാത്തവളെ എന്നൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. അല്ല അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടോ? കളിക്കുന്ന സമയത്തൊക്കെ വെറുതെ നിന്റെ അച്ഛനെ ഇട്ടിട്ട് പോയെ അങ്ങനെയൊക്കെ നമ്മൾ തമാശ പിള്ളേർ വഴക്കിടുമ്പോഴൊക്കെ വാശിക്കൊക്കെ പറയൂലേ, വെറുതെ നിന്റെ അച്ഛനെ ഇട്ടിട്ട് പോയെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമം തോന്നാറ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അച്ഛൻ ഇല്ലാത്തതിൻ്റെ കുറവുകൾ എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരിക്കും. അല്ല അതിൽ കുത്തി നോവിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ സംസാരിക്കുകയോ? എൻ്റെ നാളുകൊണ്ടാണ് അച്ഛൻ പോയത്. ഒരു കയ്യിൽ ഒരു വെട്ടൊക്കെ കിട്ടി മുറിഞ്ഞു പോയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആർക്ക്? അച്ഛൻ്റെ കൈക്ക് എന്തോ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നാളിൽ ഇത്ര വയസ്സിനുള്ളിൽ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുത്തത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അല്ല സ്കൂളിൽ ഈ തന്തയില്ലാത്തവളെ എന്നൊക്കെ വിളിച്ചത് അങ്ങനെ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. സ്കൂളിലൊക്കെ ഇപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുഞ്ഞല്ലേ, ചെറിയ ചെറിയ പ്രായങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വഴക്കിടുമല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ട്. ആ കൊച്ചുങ്ങൾ വഴക്കിടുമ്പോഴത്തേക്ക് വാശിക്ക് ദേഷ്യത്തിലൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെ? അല്ല സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ കാലം എന്നും പറഞ്ഞാൽ MBBS ഒന്നും പഠിച്ചില്ല, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എവിടെയാണ് പഠിച്ചത്? പഠിക്കാനായിട്ട് ബുദ്ധിയില്ലാത്തതൊന്നും അല്ലായിരുന്നു. അമ്മച്ചി ഒറ്റയ്ക്കാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ഞങ്ങളെ 2 പേർക്കും 3 പേർക്കും വിദ്യാഭ്യാസം തരാനും നോക്കാനൊന്നും സാഹചര്യങ്ങളില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്കും ആൾക്കാരില്ലായിരുന്നു, അച്ഛനും ആൾക്കാരില്ലായിരുന്നു, ഞങ്ങൾ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞു വളർന്നതുകൊണ്ട് അമ്മയുടെ കഷ്ടപ്പാട് അറിഞ്ഞപ്പം 8ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയിട്ട് പണിക്കൊക്കെ പോയി. അല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മൂത്ത ചേട്ടന് എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ? 2 വയസ്സിന്. 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം പഠിക്കുന്ന സമയത്തും അവനും കുട്ടി തന്നെയാണ് അല്ലേ? ആ വ്യക്തിയും കുട്ടി തന്നെയാണ്. പേരെന്താ ചേട്ടൻ്റെ? കണ്ണനാണ് വീട്ടിൽ. ശരിക്കുള്ള പേര് സുധി എന്നാണ് അല്ലേ? സുധിനും സുധിമോളും. പിന്നെ ഒരാൾ റാണി. അത് നമ്മുടെ രാജകുമാരിയാ റാണി. രാജകുമാരിയാ. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഈ പഠന കാലഘട്ടത്തിലേക്ക് നമുക്ക് അങ്ങനെ തന്നെ പോവാം, ഒരു റൂട്ടിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ജനനം അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഒരു 2 വയസ്സ് 3 വയസ്സിലൊക്കെ ആയിരിക്കും അറിയുന്നത് അച്ഛൻ ഇന്ന പോലെ നമ്മൾ ഉപേക്ഷിച്ച് പോയതാണ്, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് വീട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ആങ്ങള ഒരു 3 സെന്റ് സ്ഥലം അമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ട്, ആരും അറിയാതെ, വേറെ ആങ്ങളമാരും വീട്ടുകാരൊന്നും അറിയാതെ. അതിലൊരു ഷെഡ് ഉണ്ടായിരുന്നു, ആ ഷെഡിലായിരുന്നു താമസം കുഞ്ഞിലെ. ഷെഡ് എന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, സുധിമോൾ വളരെ കുറച്ച് മാത്രമേ സുചേച്ചി സംസാരിക്കുന്നുള്ളൂ. അതെ, ഇതൊക്കെ ഞാനിപ്പോൾ കുത്തി ചോദിക്കേണ്ട സാഹചര്യമാണ്. അത് ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. മെയിൻ പ്രശ്നം എന്താണെന്നറിയാം, ഇങ്ങനെ കുത്തി ചോദിച്ചു കഴിയുമ്പോൾ അടിയിൽ കമന്റ് വരും, ഇവൻ ഈ കോലിട്ടുകളൊക്കെ ഇച്ചിരി കൂടുതൽ
കൂടുതലാ എന്നുള്ളൊരു സാധനം വരും. അതുകൊണ്ടാണ് ഞാൻ അതെന്നാന്നറിയോ, അതിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇമോഷണൽ കരയും, അത് കുഴപ്പമില്ല. സെന്റിയാകും. വിഷമമൊക്കെ മനുഷ്യന് സർവ്വസാധാരണം വരുന്ന കരയും ചിരിക്കും, അതൊക്കെ സ്വാഭാവികം. പക്ഷെ മാക്സിമം കരയാതിരിക്കുക. അതെ, ഞാൻ കരയും, എനിക്ക് പെട്ടെന്ന് കരച്ചു വരുന്ന ആളാണ്, സങ്കടം വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയല്ല, ഈ പണ്ടൊക്കെ ചെളി കുഴച്ചിട്ട് ഈ ഇങ്ങനെ ഒരു പലക വെച്ചിട്ട് കട്ട ഉണ്ടാക്കുന്ന ഒരു വീടുണ്ടായിരുന്നില്ല, മണ്ണുകൊണ്ട്. മനസ്സിലായി. അങ്ങനത്തെ വീടായിരുന്നു, ഓലയൊക്കെ വെച്ചിട്ട്. അങ്ങനത്തെ വീട്ടിലാണ് വളർന്നതും ഒക്കെ. ഭയങ്കരമായിട്ട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്, പട്ടിണി. ഞാനൊക്കെ എൻ്റെ കെട്ടുവിൻ്റെ കൂടെ വന്നിട്ടാണ് തോന്നുന്നു ബിരിയാണിയൊക്കെ കാണുന്നത്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് വളർന്നതാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര ഭയങ്കര ഇമോഷണലായിട്ട് വളർന്ന. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളുടെ കഷ്ടപ്പാട് സങ്കടമൊക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അമ്മച്ചി അത്ര കഷ്ടപ്പാടി വളർത്തിയോണ്ടായിരിക്കും അമ്മച്ചിയുടെ ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. തോറ്റു കൊടുക്കത്തില്ല. എൻ്റെ അമ്മച്ചി എപ്പോഴും ചെറുപ്പത്തിൽ പറയും, അച്ഛനിട്ടിട്ട് പോയാലും ഞങ്ങളെ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് ചങ്കലച്ച വളർത്തിയത്. അമ്മ മെഡിക്കലിനൊക്കെ ആൾക്കാർ തെണ്ടി വളർത്തിയിട്ട് പോലും ഒരാളുടെ മുന്നിലോ, അച്ഛൻ്റെ വീട്ടുകാരുടെ മുന്നിലോ അമ്മയുടെ ആൾക്കാരുടെ മുന്നിലോ ഞങ്ങളെ ഭക്ഷണത്തിനോ മരുന്നിനോ ഒന്നും വിട്ടിട്ടില്ല. അമ്മ ഒറ്റയ്ക്ക് തെണ്ടിയും തേടി തന്നെ വളർത്തിയിട്ടുള്ളത്. അല്ല ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഈ തെണ്ടി വളർത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭിക്ഷാടനം നടത്തി എന്നുള്ള രീതിയിലാണ്. ഓട്ടോമാറ്റിക്കലി മെഡിക്കൽ കോളേജിലും അതൊക്കെ തോർത്ത് വിരിച്ച് തെണ്ടുക എന്ന് പറഞ്ഞാൽ അതൊരു തെണ്ടലല്ലേ, അതൊരു ഭിക്ഷാടനം തന്നെയല്ലേ. അതിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വളർത്തിയൊരാളാണ്. അപ്പോൾ ഈ ചേട്ടൻ ആ സമയത്ത് എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളായിരുന്നോ? മൂത്തൊരു ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സുധി? ഞങ്ങൾ 2 വയസ്സിന് വ്യത്യാസമുള്ളൂ പുള്ളിയും ഞാനുമായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 13-ാം വയസ്സിന് ശേഷമാണ് സുധി ചേച്ചി ഇതിലേക്ക് മാറുന്നത്, അതായത് എന്താ പണിക്കൊക്കെ പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ ആദ്യമായിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? സെയിൽസ്കാരായിട്ട് നിന്ന്. പിന്നെ ഞങ്ങളുടെ ഇടുക്കി ജില്ലയാണ്, തൊടുപുഴയൊക്കെയാണ്. അവിടെയൊക്കെ ഈ കാട് വെട്ടുക എന്ന് പറയുന്ന പണികളൊക്കെ ഉണ്ട്. രാവിലെ 8 മണി തൊട്ട് 3 മണി വരെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്. ഒരു വീട്ടിൽ കൊച്ചിന് നോക്കാൻ നിന്നിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഞാൻ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പണിയെടുത്തിട്ടുണ്ട്. എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് അല്ലേ? ജീവിക്കാൻ പോയിട്ടുണ്ട്. എല്ലാം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. അറിയാം കഷ്ടപ്പാട് എന്താണെന്നറിയാം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരാൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ആ വേദന എന്താണെന്ന്. അതിനുശേഷം ഈ ഭർത്താവിൻ്റെ പേരെന്താണ്? രതീഷ് ചേട്ടൻ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? അത് എൻ്റെ ഒരു റിലേഷനെ ചേട്ടയുടെ കൂട്ടുകാരനെ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ മുഖേന അപ്പോൾ നമ്മുടെ വീട്ടിൽ കണക്ഷൻ വന്നതാണ്. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് ആദ്യം ചോദിച്ചതായിരുന്നു. അപ്പോൾ ആർക്കും ഇഷ്ടമല്ല അങ്ങോട്ടും ഒന്നും. എനിക്ക് പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടമല്ല. പിന്നെ ഈ പ്രേമിച്ചിരിക്കുമ്പോൾ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്ന് പറയുന്ന പോലെ അന്നൊന്നും ആരും പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ലേ? പ്രേമത്തിന് കണ്ണുമൂക്കും ഇല്ലേ? ഓ ഇല്ലെന്നേ, ചുമ്മാ. ആര് പറഞ്ഞത്? ഞാൻ പറയുന്നത് ഈ പ്രേമിച്ചിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അടിവയറ്റും മഞ്ഞുതുള്ളി വീഴുന്നൊരു ഫീലിംഗ് ഒക്കെ നമുക്കുണ്ട്. അതുണ്ടാവോ? ചുമ്മാതയാ. കല്യാണം ഒന്ന് കഴിച്ചു നോക്ക്, ഈ മഞ്ഞുതുള്ളിയൊക്കെ എവിടെ പോയി നമ്മൾ അറിയില്ല. സീരിയസ്ലി. പിന്നെ കക്ക വിഴുങ്ങാനിട്ട ഒരു അവസ്ഥയായിരിക്കും നമുക്ക്. കക്ക വിഴുങ്ങാനിട്ട ഒരു അവസ്ഥ. അതെ, കക്ക വിഴുങ്ങാനിട്ട അവസ്ഥ അതെന്ത് ഔചിത്യത്തിലാണ് പറഞ്ഞത്? മനസ്സിലായില്ല. ഈ മഞ്ഞുതുള്ളിയൊക്കെ പോകും, അപ്പൊ പിന്നെ തിളച്ചവെള്ളം ആവും. പിന്നെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. ചുമ്മാതെയാ. ഇത് എക്സ്പീരിയൻസ് ഒക്കെ വെറുതെ. ഞാൻ കൊണ്ട് തന്നെ യോജിക്കുന്ന ആളല്ല കേട്ടോ. പ്രേമത്തെ പറ്റി ഞാൻ വലിയ സംഭവമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. തോൽവിയാ. രതീശൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ള ഓർത്തോളം കേട്ടോ. വീട്ടിലോട്ടല്ലേ പോകുന്നത്? അതോ ഇവിടെ ഏതെങ്കിലും ലോഡ്ജിട്ട് തോൽവിയാന്നല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ കല്യാണം കഴിച്ച ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു വിട്ടാൽ നമുക്ക് വീട്ടിൽ ചെന്ന് പറയാം, എൻ്റെ പൊന്നമ്മച്ചി നിങ്ങളാണ് ഈ സാധനത്തിന് എൻ്റെ തലയിൽ കെട്ടിവെച്ചത്, ഇത് തീരുമാനം ഉണ്ടാക്കാൻ പറയാൻ പറ്റും. ഇത് നമ്മൾ വെറുതെ ഇരിക്കുന്ന വേലിയിരിക്കുന്ന സാധനം എടുത്ത് തുള വെച്ച് ഇവരോട് തീരുമാനം ഉണ്ടാക്കാൻ പറയാൻ പറ്റും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും. സ്നേഹിച്ച് പോകുമ്പോൾ ശ്രീധരൻ ഒന്നും ചോദിക്കത്തില്ല അപ്പോഴൊന്നും. പിന്നീട് കഷ്ടപ്പാടെന്ന് ദുരിതം വരുമ്പോഴാണ് ശ്രീധരനുള്ള പെണ്ണിനെ കെട്ടിയത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ട്. ചുമ്മാ സ്വന്തം അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നും പറഞ്ഞിട്ടെ അവസാനം പിന്നെ ഓർത്ത് രതീഷേട്ടാ അതല്ലേ ആ ചിന്ത കൊണ്ടല്ലേ പറയായിരുന്നു. ഇതൊക്കെ വലിച്ചു കയറ്റിവിടും. അത് കയറ്റിവിടും 100%. ഇതായിരിക്കും നിങ്ങളുടെ ഹൈലൈറ്റ് അല്ലേ? ഹൈലൈറ്റ് ഇതായിരിക്കും. അല്ല, സീരിയസ് ആയിട്ട് എന്താ രതീഷേട്ടൻ അപ്പൊ എങ്ങനെയാ പരിചയപ്പെടുന്നതും കാര്യങ്ങളൊക്കെ? അതെങ്ങനെയാണ് ആദ്യമായിട്ട് ഈ കൂട്ടുകാരന്റെ പ്രണയകഥയിലേക്ക് നമുക്ക് കിടക്കാം. സ്നേഹിച്ചിട്ട് ഞങ്ങൾ ചേട്ടായുടെ കൂട്ടുകാരന്മാർ ഒരാളുണ്ട്. അപ്പോൾ ആ ആളുടെ എൻ്റെ റിലേഷൻ കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്
സ്നേഹം ആരംഭിച്ച് 16 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. ബുദ്ധിയും ബോധമൊന്നും മുളയ്ക്കാത്ത പ്രായമാണ്. ഇപ്പൊ ആണെങ്കിൽ രതീശ്വരനെ വേണ്ടെന്ന് പറഞ്ഞേ. രതീശ്വരനല്ല, പ്രേമവിവാഹം വേണ്ടെന്ന് പറഞ്ഞു. അല്ല, രതീശ്വരനൊന്നും പറയുന്നില്ല. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്, സ്നേഹവിവാഹത്ത് വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളിതിപ്പോ ഞങ്ങൾ ഡൈവേഴ്സ് ആക്കി പറഞ്ഞു. അതറിയാൻ വേണ്ടി എന്നിട്ട് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോന്ന. അത് എല്ലാരും പറയും പോലെ എന്നെ വന്ന് വീട്ടിൽ വന്ന് നെഞ്ചു വിരിച്ചെന്ന് വിളിച്ചിട്ട് പോകുന്നില്ല കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ഈ മനുഷ്യൻ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങി വരാണെങ്കിൽ ഇന്ന് വാ, നാളെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം നാളെ പറ്റൂലെങ്കിൽ ഇന്ന് പോകണമല്ലോ. ശൈശവവിവാഹം അപ്പോൾ 16 വയസ്സിൽ. ഏതാ ഇയർ? 2008. 2008. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത്ര പ്രശ്നമില്ലെന്ന് തോന്നുന്നല്ലേ. അതിനുശേഷമാണ് ഈ 15 16 18 വയസ്സെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം നമ്മുടെ വീട്ടിൽ അങ്ങനെ വലിയ ആൾക്കാർ, അമ്മാവന്മാര്, കൊച്ചച്ചന്മാര്, കുഞ്ഞമ്മമാരൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കേസ് കൊടുക്കാൻ പുറകെ ഓടി വരാനൊന്നും. ഒരു പാവപ്പെട്ട അമ്മച്ചി മാത്രമല്ലേ ഉള്ളൂ. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കാരും നിങ്ങളുമായിട്ട് സഹകരിച്ചിട്ടില്ലേ? അതെന്തുകൊണ്ടാ? അമ്മച്ചി ഒരു നല്ല കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, അമ്മ ക്രിസ്ത്യാനിയാണ്. അപ്പൊ അന്നേ ഇന്റർകാസ്റ്റ് മാരേജ് ആണ് അല്ലേ? അപ്പൊ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുള്ളിയെ കെട്ടണ്ട, നമുക്ക് ചോദിച്ചായിരുന്നു പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല. ഈ പറഞ്ഞ പോലെ തന്നെ പരാജയമായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു, ചാടിപ്പോന്ന ഇങ്ങോട്ട്. അപ്പൊ അതിൻ്റെതായ കൊണ്ട് ആ അമ്മയുടെ ആൾക്കാർ അമ്മനെ മാറ്റി നിർത്തിമായിരുന്നു. അപ്പൊ ഈ അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ടും ഇവർക്ക് ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ആൾക്കാർ സ്നേഹിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇവർ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നിടത്തുനിന്നാണ് ഈ പുള്ളി പോകുന്നത്. അപ്പം നമുക്ക് ആരും ഇല്ലാതായിപ്പോയി. വലിയൊരു പണീനെ കൊടുത്തിട്ട് പോയല്ലേ. പിന്നെ അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ പറയുന്ന വ്യക്തി പോയതിനു ശേഷം പിന്നീട് എപ്പോഴാണ് ഈ തിരിച്ചു വരുന്നത്? ആദ്യമായിട്ട് കാണുന്ന ആ ഒരു സന്ദർഭം ഓർക്കുന്നുണ്ടോ? സന്ദർഭം അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും മറക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടോ മറക്കാൻ സാധ്യതയൊന്നുമില്ല. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ എന്തോ വന്നിട്ട് അമ്മയെടുത്ത് വഴക്കിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്, എൻ്റെ കുഞ്ഞാൻ കാലത്ത് ഓർമ്മയില്ല എന്താണ് വഴക്കിട്ട സമയത്ത് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ വഴക്കിട്ട് പോയെന്നൊക്കെ ഒന്നും അറിയാൻ പറ്റുന്നപ്പോഴാണ് പറയുന്നത്, അപ്പുറത്തെ വീട്ടിലെ അവരാ പറഞ്ഞത് ഇതാണ് നിൻ്റെ അച്ഛൻ. അപ്പം ഞാനിവിടെ വേറൊരു അച്ഛൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ഇതാണ് എൻ്റെ അച്ഛൻ. എനിക്കറിയത്തില്ലായിരുന്നല്ലോ. കാരണം അവർക്ക് രണ്ട് ആമക്കളാണ്, പെൺപിള്ളേരില്ലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാൻ വളർന്നത്, നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതൊക്കെ. അപ്പോൾ എൻ്റെ ധാരണ ഞാൻ അവിടുത്തെ കൊച്ചാണ്. ആ ഒരു ഇതിൽ എനിക്കറിയത്തില്ലായിരുന്നു. അല്ല, എന്നിട്ട് എപ്പോഴാണ് ഒന്ന് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ സാഹചര്യം? സാഹചര്യം പിന്നെയൊക്കെ വളർന്ന് വലുതൊക്കെ ആയി. ചേട്ടാ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ആദ്യമായിട്ട് സംസാരിക്കുന്നത്? കല്യാണത്തിനൊക്കെ കാണുമ്പോൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ശരിക്കും എന്നെ കൊണ്ട് വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഒരു എന്നാ പറയുന്നത് അറ്റാച്ച്മെന്റ് ഇല്ല. ഇല്ല, ഇപ്പോഴും ഇല്ല, ഒന്നുമില്ല, ഇന്നുമില്ല. അപ്പം അങ്ങനെ സംസാരം അടുത്ത് പോകൽ, ഇരിക്കൽ, അച്ഛൻ എന്നൊരു സ്ഥാനം അന്ന് അങ്ങനെ ഉള്ളു. കല്യാണത്തിനൊക്കെ വന്നിരുന്നോ? അതോ ഈ വേലിയാടി വരുന്നവർ ആര് കല്യാണം കല്യാണം കഴിപ്പിച്ചാൽ ആരിയിരിക്കുന്നു? അല്ല, ഞാൻ ചാടിപ്പോന്നല്ലേ. അതും അങ്ങനെയാണോ കഥ? ശരി, അതല്ല ഞാൻ പറഞ്ഞേ. ആ കഥ വിശദീകരിച്ചില്ല, ഇടയ്ക്ക് വെച്ച് അടുത്ത സാധനം എടുത്തിട്ട് പൂർത്തീകരിപ്പിച്ചില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു, ഫോണിൽ കൂടെ വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നീ അവിടെ ബസ് കയറിക്കോ, ഞാൻ വയറ്റിലുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ബസ് കയറി വയറ്റിലോ നാളെ കണ്ടില്ല. അപ്പം അടുത്ത ഫോൺ വന്ന്, നീ അവിടെ നിന്ന് ആലപ്പുഴ ബസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ചന്ദ്രൂർ വരാൻ പറഞ്ഞു. രതീശ്വരൻ എന്താണ് ആ സമയത്ത് ചെയ്യുന്നത്? പെയിൻറ്റിങ്. അവിടെ ഞാൻ ചന്ദ്രൂർ ചെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞും വിളിച്ചും സ്വന്തമായിട്ട് അയാളുടെ വീട്ടിൽ ചെന്ന് ഒരു കാശ് മുടക്കം ഇല്ലാതെ കിട്ടിയൊരു ഭാര്യയായത്. അങ്ങനെ ചെന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെല്ലാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ വന്ന് ഒരാൾ വിളിച്ചുകൊണ്ട് വരുന്നതും നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി അവരുടെ വീട്ടിൽ തപ്പിച്ചെല്ലുന്നതും രണ്ടും രണ്ടാണെന്ന് ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം? എന്തെങ്കിലും അനുഭവങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറയുന്നത്. അനുഭവം, ഒത്തിരി അനുഭവങ്ങൾ. വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് നിന്നെ വല്ലതും ഞങ്ങൾ കൊണ്ടുവന്ന് കിട്ടിക്കൊണ്ട്. എൻ്റെ മകൻ അറിഞ്ഞു ഇത്, നീ ഇവിടെ വരുമ്പോഴല്ലേ അവന് പറയുന്നത്. പക്ഷെ മകൻ ഫോണിൽ കൂടെ വിളിച്ച സംഭവം ആരും അറിയില്ലല്ലോ. അങ്ങനെ അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒത്തിരി വിലയില്ലായ്മ വരും അതിനകത്ത്. പിന്നെ എത്ര വന്നാലും അച്ഛനും അമ്മയും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ വേണം നമുക്ക്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. ഒരു വിഷമം വരുമ്പോൾ ഞാൻ ചേട്ടായുടെ വീട്ടിൽ വന്നിട്ട് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ അനുഭവിക്കാൻ പറ്റാതെ അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഇച്ചിരി ചോറ് തരാമോ എന്ന് വിശന്നിട്ട്. അങ്ങനെ പോലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും എൻ്റെ അടുത്ത് പോയി കാണിച്ചിട്ടുണ്ട്. പിന്നെ വന്ന് കഴിഞ്ഞിട്ടാണേലും ഞാൻ ഒരു ഭർത്താവിൻ്റെ അടുത്തൊന്നും കിടന്നിട്ടില്ല, എന്നെ മാറ്റിയൊക്കെയാണ് കിടത്തിയിരുന്നത്. അങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്
ഭയങ്കരമായിട്ട്. കാരണം ചേട്ടന് വേറൊരു പെണ്ണെ കൊണ്ട് കെട്ടിക്കാത്ത സ്ഥാനത്താണ് ഞാൻ വരുന്നത്. അപ്പം അതിൻ്റേതായ പകയും കലിപ്പും ദേഷ്യവും ഒക്കെ എൻ്റെ അടുത്ത് ശരിക്കും കാണിച്ചിട്ടുണ്ടല്ലേ? ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ചിന്തിക്കാൻ അപ്പുറം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങനെ പ്രതികരിക്കത്തില്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു. പക്ഷേ അവിടെയും വേണം ഞാനും വേണമെന്നുള്ള സെറ്റ്. അങ്ങനെ ആ സാധനത്തിന് ഒത്തിരി അനുഭവിക്കണം വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അങ്ങനെ മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെ മറക്കാനും ഇല്ലാത്ത ഇത് അനുഭവം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഗാർഹിക പീഡനമാണ്. അയ്യോ എൻ്റെ പൊന്നെ, അവർ നേരത്തെ കയറ്റിട്ടേ ജയിലോട്ട് ഞാൻ അതിൻ്റെ പുറകെ നടന്നു. എന്നിട്ട് അപ്പം അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ എൻ്റെ മക്കളുണ്ടായിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ആർക്കും അവകാശം പറയാനില്ല. ഞാനത് നോക്കിയേ, അവൾ പ്രസവിച്ചെങ്കിലും ഞാനത് നോക്കുന്ന ആർക്കും അവകാശം പറയാനൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട്, എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പോലും അറിയില്ലായിരുന്നു കുഞ്ഞിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. തമ്പുരാൻ എല്ലാവർക്കും ഒരെണ്ണം കൊടുക്കണമെന്ന് അറിഞ്ഞ് രണ്ടെണ്ണത്തിന് ഒരുമിച്ച് തമ്പുരാൻ തന്നെ. ഇരട്ട കുട്ടികൾ ഒരാവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാം കേട്ടോ, ഇരട്ട പിള്ളേരുണ്ടാകുന്ന എല്ലാ ചിലരൊക്കെ പറയാം എന്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇരട്ട പിള്ളേരാകണമെന്നൊക്കെ. ഒരിക്കലും ഉണ്ടാവരുത്. ഞാൻ ആളും പേരും ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നല്ല ബുദ്ധിമുട്ടും അല്ലേ, നരകിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു കൊച്ചിനെ നോക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു കൊച്ചിനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് കഞ്ഞി വെച്ചില്ല, തുണി തിരുമ്മിയില്ലെന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അവരോടൊക്കെ എനിക്ക് പുച്ഛം കേട്ടോ. കാരണം ഞാൻ അത് വിശ്വസിക്കത്തില്ല. 2 കുഞ്ഞി പിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ട് എനിക്ക് അതൊന്നും വലിയതായിട്ട് നോക്കണം. അല്ല, ഈ നരകിക്കും എന്ന് പറയുന്നത് എന്താ? കാരണം നമുക്ക് ഏറ്റവും മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ഒരു രീതി. ഒരാൾ പിടിക്കുമ്പോൾ ഒരാൾക്ക് പാല് കൊടുക്കുമ്പോഴത്തേക്ക് മാറി മറിയുമ്പോൾ കൊടുക്കാൻ പറ്റും. ഇത് ഒരാളെ പിടിക്കാതെ രണ്ടും കിടന്നു. ഇപ്പോൾ ഒരെണ്ണം കിടന്ന് ഉറങ്ങുവാണെന്ന് വെച്ചു, ഒരെണ്ണം ഏറ്റിരുന്ന് കരയുക. മറ്റേ ഉറങ്ങുന്ന കൊച്ചിന് എന്നെ സംഭവം പോലും അറിയത്തില്ല, പുള്ളി ഏറ്റിരുന്ന് കാറും. അപ്പോൾ നമ്മൾ കൈമാറി പിടിക്കാൻ പോലും ആളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര സീനാണ്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള സീൻ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. ചുമ്മാ ഇരുന്ന് കാക്കലം പീക്കലും കരഞ്ഞുകൊണ്ടിരിക്കും. ഒരെണ്ണം നിർത്തുമ്പോൾ അടുത്തത്, ഒരെണ്ണം നിർത്തുമ്പോൾ അടുത്തത്. ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല, കുളിക്കാൻ പോലും ചില സമയത്ത് പല്ല് തേക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല, കൈമാറി പിടിക്കാൻ ആളില്ലെങ്കിൽ. ചുമ്മാ 2 എണ്ണം അല്ലേ നീ, നമ്മൾ ഭയങ്കര പാടാണ്. അല്ല, ഈ കൈമാറി പിടിക്കാൻ എന്താ ഭർത്താവിൻ്റെ അമ്മ ഇല്ലായിരുന്നോ? അവരാരും നോക്കിയിട്ടില്ല. അതെന്താ കാര്യം? എന്താ അവർക്ക് ഇഷ്ടമല്ല, മൊത്തത്തിൽ ഇഷ്ടമല്ലായിരുന്നു എന്നെ. ഒന്നത്തെ കാര്യം സത്യം പറ, അവരെന്തെങ്കിലും തിരിച്ചു ഉപദ്രവിച്ചിട്ടുണ്ടോ? ഞാനോ? നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്ക്. അല്ല, ഞാൻ ഇത്രയും വലിയൊരു ഫ്ലോർ, ഒരു ഇരിച്ചിരി ബമ്പർശ്ശേരി എന്ന് പറയുന്ന അത്ര വലിയൊരു ഫ്ലോറിൽ വന്നിട്ട് ഞാൻ ഈ കഥകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് നുണയാണ് പറയുന്നതെങ്കിൽ അത് പ്രതികരിക്കാതിരിക്കുമോ? അല്ല, ഒരു വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ല, എന്നാലും ഞാനിപ്പോൾ എന്നെപ്പറ്റി തന്നെ നീ ഒരു കാര്യം എന്നെ പറയുമ്പോൾ, ഞാനത് ഇത്രയും വലിയൊരു സ്ഥലത്ത് ജനങ്ങളെയൊക്കെ പറയുമ്പോൾ നീ അത് ചെയ്തിട്ടില്ല, നീ എൻ്റെ അടുത്ത് പ്രതികരിക്കത്തില്ലേ? ഞാൻ ചെയ്യാത്ത കാര്യം നീ എന്ത് ചെയ്തു? എന്നോട് കാര്യം ചോദിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് പറയാം, എനിക്ക് പറയാം. അതുകൊണ്ട് അവർ ചോദിക്കത്തില്ല. എൻ്റെ മക്കളെയൊക്കെ ഞാൻ പശുവിനെയൊക്കെ കെട്ടിവിടും പോലെ കാലയിലൊക്കെ കയറ് ഇട്ടിട്ട് തെങ്ങിലൊക്കെ കെട്ടി വെച്ചിട്ടാണ് വളർത്തി എൻ്റെ മക്കളെ. ഇതൊക്കെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ വെള്ളിക്കാട്ടിനൊരു കായലിൻ്റെ സൈഡാണ്, കൈതപ്പുഴ കായൽ എന്നൊക്കെ പറയും. ഈ കായലിൻ്റെ സൈഡിലാണ് പാട്ടുണ്ടല്ലോ, കൈതപ്പുഴ കായലിൽ. ഈ ട്രാജഡി പറയുമ്പോഴാണ് എൻ്റെ ഈ ഉള്ള പാട്ടൊക്കെ പാടുന്നത്. അപ്പൊ എനിക്കുള്ള ട്രോൾ മെറ്റീരിയലായിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ ഷെഡ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ 4 കാലം ഒരെണ്ണത്തിൽ പിടിക്കുമ്പോൾ ഒരെണ്ണം അതിലേ പോകും, അതിനെ പിടിക്കുമ്പോൾ ഇതിലേ പോകും. അങ്ങനെയല്ലേ പിടിച്ചു കിടക്കാൻ എനിക്ക് സമയം, കുടുംബത്തെ പണി ചെയ്യണ്ടേ. അപ്പോൾ ഞാനിത് കാലിലൊക്കെ കയറൊക്കെ ഇട്ടിട്ട് തെങ്ങലൊക്കെ കെട്ടി ഇനി വെക്കും. അപ്പോൾ അതവിടെ കിടന്ന് കളിച്ചോളൂ. വെള്ളത്തിൽ വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിയാണ്. അറിയാൻ ബുദ്ധി ഉണ്ടാവുന്ന എന്നെ അറിയാമോ, എന്നെ അടുത്തറിഞ്ഞാൽ മനസ്സിലാകും. ബുദ്ധി കൂടി ഭ്രാന്തായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് അഹങ്കാരമൊന്നുമില്ല, അതുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്നിട്ട് എന്താ അങ്ങനെ വളർത്തിയാ പറയാ. കാരണം ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്, അതൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ പൊറോട്ട സങ്കടപ്പെടാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചിരിക്കുന്നവരെ, ഒത്തിരി ചിരിക്കുന്നവരെ കുറച്ച് കരഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനേ പൊറോട്ട കമ്പനിയിൽ തെങ്ങ് കയറാനൊക്കെ പോട്ടോ. എനിക്ക് ഞാൻ തെങ്ങേറ്റ തൊഴിലാളിയായിരുന്നു. എൻ്റെ പൊന്നെ, ചെയ്യാത്ത എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല, എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. റേഷൻ കട നിന്നിട്ടുണ്ട്, ചെരുപ്പ് കട നിന്നിട്ടുണ്ട്. അപ്പോൾ പുരുഷൻ്റെ ഒരു കരുത്തുണ്ട് അല്ലേ? ഈ എല്ലാവരും പറയുന്ന ഒരു വ്യത്യസ്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എന്താ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ചെയ്യാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആണുങ്ങൾ നീ ഒന്ന് തെങ്ങ് കയറുമോ, എടുത്ത് വായിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തെങ്ങ് കയറുന്ന ഒരാളെ കൂടെ കണ്ടു. അല്ല, മറ്റേ ഇത് വെച്ചാണോ തെങ്ങ് കയറുന്നത്? മറ്റേ യന്ത്രം വെച്ചാണോ? എല്ലാം കയറും. ഞാൻ ചേട്ടാടെ കൂടെ വന്നില്ലേ, മരം കയറും അല്ലേ അന്നാ. ഞാൻ ചേട്ടാടെ കൂടെ വന്നതിന് ശേഷമേ 3-ാമത്തെ ദിവസം 3-4 അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അമ്മ തക്കാളിയൊക്കെ മേടിച്ചു തേങ്ങയൊക്കെ അരയ്ക്കാൻ കറിയൊക്കെ കിടന്ന് പുറത്ത് പോയി. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ, തൊടുന്നൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തേങ്ങയില്ല കറി വെക്കാൻ.
കുറേ പ്രാവശ്യം ഞാൻ ഈ മെഷീനോടകത്ത് വെച്ചും പറഞ്ഞ് ചേട്ടായി കറി വെക്കണം, നിങ്ങളുടെ മദർ ഇങ്ങനെ വന്ന മദർ സുപ്പീരിയർ അനുവദിക്കുന്നില്ല. മദർ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് തേങ്ങ ഇട്ട് തരാമോ, തേങ്ങ കിടപ്പുണ്ട്, നല്ല ഹൈറ്റുള്ള തേങ്ങ ഇട്ട് തരാമെന്ന് വെച്ചിട്ട് പുള്ളിക്ക് അനക്കമില്ല. എനിക്ക് പേടിയാന്ന്, എനിക്ക് മരം കയറുമ്പോൾ കൈയും കാലും പറക്കുവാന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് വന്നൊരു കടയിൽ പോയി ഒരു തേങ്ങ മേടിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് കഴിയില്ല പോകാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കുന്നു, മോശമല്ലെന്ന് ഞാൻ ചിന്തിച്ച്. കയറാൻ പേടിയായിട്ടല്ല, അതിപ്പോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറാം. അല്ല എന്നാലും നമ്മൾ ഒരു പുള്ളിയുടെ കൂടെ വന്ന് അവിടെ സെറ്റിലായിട്ട് പോലും ഇല്ല. അപ്പോൾ അവർ ആൾക്കാർ നാട്ടുകാരൊക്കെ എന്തിനും പറയൂല്ലെന്ന് ചിന്തയുണ്ടല്ലോ. 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് കാര്യമില്ല. 11 കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷൻ കൂടി. ഞാൻ പഴയ കിടന്ന തോർത്തെടുത്ത് തളപ്പിട്ട് ചവിട്ടി കയറി തേങ്ങ കുറച്ച് താഴെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ അച്ഛൻ വന്നിച്ചു, ആൻ്റെ മകളെ തേങ്ങ ഇട്ടുണ്ടെടുത്ത് കറി വെക്കുക. ആട്ട് അച്ഛൻ മുകളിലൂടെ ഞാൻ അവിടെ ഇരിക്കുന്നു. ഓടി അകത്തിട്ട് പറഞ്ഞു, ഇത് എവിടെ സാധനമാണ്, ഇതിനെ എവിടെ നിന്ന് കൊണ്ടുവന്നേ? അല്ല ശരിക്കും ആ തെങ്ങ് കയറാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? എത്ര അടി പൊക്കമുള്ള തെങ്ങ? ചെറിയ തെങ്ങാണോ അതോ വലിയ? ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഈ കള്ളി എത്താനായിട്ട് ഇങ്ങനെ ഒരു മടലിൽ കയറി എനിക്കറിയാം അങ്ങനെ വെക്കും. അപ്പം ഞാൻ അതിൽ പണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചവിട്ടി കയറിയിട്ടുണ്ട്. അല്ല അത് പിന്നെയും കയറാം, സമാധാനമുണ്ട്, പിടിച്ച് കയറാം. ഇതെന്നാലും ഇത് മറ്റേ ഭയങ്കര ഒരു അക്രമമായി പോയത്. ഞാൻ ബമ്പർശ്ശേരിയൊക്കെ കയറി കാണിച്ചിട്ടുണ്ട്. ഏത് ബമ്പർശ്ശേരിയിൽ നിന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ കയറി കാണിച്ചിട്ടുണ്ടോ? തെങ്ങ് കയറി കാണിച്ചിട്ടുണ്ട്. ഞാൻ കയറും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ഈ പുരുഷന്മാർക്കൊരു അഹങ്കാരമുണ്ട്, ഇവന്മാരല്ലേ നമ്മൾ ജീവിക്കത്തില്ലെന്ന്. അതല്ല നമ്മൾ കാണിച്ചു കൊടുക്കണം, നിങ്ങളില്ലേ ഞങ്ങൾ ജീവിക്കും. ഭയങ്കര അഹങ്കാരം അത്. പുരുഷനും സ്ത്രീയും സ്ത്രീക്ക് പുരുഷന് രണ്ടും അനുപൂരകങ്ങളാണ്. ഒന്നില്ലാതെ ഒന്നില്ല, ഒന്നില്ലാതെ ഒന്നില്ല. എന്താ ശരിയല്ലേ? ഒന്നില്ലാതെ ഒന്നില്ല, അത് കറക്റ്റ്. അതിലെല്ലാം ഉണ്ട്. ഒന്നില്ലാതെ ഒന്നില്ല, ഒന്നില്ലാതെ ഒന്നില്ല. ഒന്നും പട്ടയ പഠിക്കുകയാണിരുന്നു. ഒന്നും രണ്ടായിരിക്കും, പക്ഷെ ഒന്നില്ലാതെ ഒന്നില്ല, ഒന്നില്ലാതെ ഒന്നില്ല. അതങ്ങനെ തന്നെയാ. പണ്ട് നിങ്ങൾ ഭയങ്കര ജാടയായിരുന്നു, ഞാനില്ല നിങ്ങൾ തേങ്ങ ഇടുകയല്ല. ഇതുപോലെ ഒരു സുതിമോളേ ഉള്ളൂ തേങ്ങ ഇടാൻ. ബാക്കി ഞങ്ങളവിടെ കരുണൻ ചേട്ടനും മുജീബ് റഹ്മാനും ഈ തോമസ് ചേട്ടനും വന്നാലും ഞങ്ങളെയൊക്കെ വേണ്ടി തേങ്ങ ഇടാൻ പറ്റുള്ളൂ. ഇതുപോലെ എത്ര സുതിമോളുണ്ട് തേങ്ങ ഇടാൻ ഒന്ന് പറയുന്നത്? ഞാൻ അഹങ്കരിക്കരുത്, ഒന്ന് തേങ്ങ ഇട്ടെന്ന് പറഞ്ഞ അഹങ്കരിക്കരുത്. തേങ്ങ അല്ല, ഞാൻ എല്ലാം ചെയ്യും. അടക്കാൻ വരെ ഇടും. അടക്കാൻ വരത്ത ഒരു അടക്കാൻ വരത്ത ചാടി കയറും. അപ്പോഴാണ് അത് മറ്റേ ഇങ്ങനെ ചരിച്ച് കയറുവോ? എന്തിനെ കൊണ്ട് ഞാൻ ഇടിച്ചു നോക്ക്, തിരിച്ചിടിക്കും ഞാൻ. അല്ല ശരിക്കും അല്ല അങ്ങനെ സംഘടന ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ആയിട്ടൊക്കെ? അയ്യോ ഇല്ല, ഞാനൊന്ന് കൈ. അല്ല ഞാൻ ചോദിക്കുന്നത് രതീശ്വരൻ ഇപ്പൊ ജീവനോടെ ഉണ്ടോ? അയ്യോ ഞാനൊക്കെ കൈന്നിട്ട് പറയുന്നതാ ചുമ്മാ. അല്ല സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ രതീശ്വരൻ ജീവനോടെ ഉണ്ടോ? എനിക്കത് അറിഞ്ഞാൽ മതി. പുള്ളിക്ക് എത്ര പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കൈക്ക്? ഉള്ളത് പറയാ. നാട്ടുകാരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ല ശരിക്കും എന്താ ഇടി കൊടുത്തിട്ടുണ്ടോ? ആർക്കോട്ടും ചെയ്തിട്ടില്ല. നമ്മുടെ സാഹചര്യം. പക്ഷെ ഇടി കൊടുക്കുവാണെങ്കിൽ ഇടി തിരിച്ചടിക്കും. ഒന്ന് കാണിച്ചൊന്ന്. ഇടിക്കും, ചെയ്യും. ഞാൻ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്. അല്ല അത് വേണം, സ്ത്രീകൾക്കൊരു കരുത്ത് വേണം, ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം അത്. ഞാൻ എൻ്റെ ചേച്ചി അങ്ങനെ ഇടി മേടിക്കുന്ന ഒരാളായിരുന്നു. ഇടി മേടിക്കുന്ന ഒരാളായിരുന്നു. വർക്കിംഗ് ഡ്രസ് ഒക്കെ ഇട്ട് ഇടി മേടിക്കുന്നത്. മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലായില്ല? ഇല്ല. ഞങ്ങളെ ചേച്ചിയെ ഒരു മദ്യപിക്കുന്ന ഒരാളുടെ കൂടെ കഴിച്ചു. പുള്ളി ഭയങ്കര ഇടിയാ. പുള്ളി എവിടെ പുറത്തുനിന്ന് ഇടി കിട്ടിയ പുള്ളി ഇവിടെ 2 എണ്ണം കൊടുത്തത് അങ്ങ് ആശ്വസിക്കും. മറ്റേ അങ്ങാടി തോറ്റേനെ അങ്ങനത്തെ ടീമായിരുന്നു. അപ്പൊ ഞാനും ചേട്ടൊക്കെയാണ് ചെന്ന സമയത്തെ ഇവള് ഒരു 4 മണി വരെയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല കീറാത്തൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങിയത്. ഒരു 4 മണി കഴിഞ്ഞപ്പോൾ കീറി പറഞ്ഞ് നൈറ്റിയൊക്കെ എടുത്തിട്ട് കമ്മലും മാലയൊക്കെ ഊരി വെച്ച് മുടിയൊക്കെ വട്ടം കെട്ടിയപ്പോൾ എന്നോട് എൻ്റെ ഭർത്താവ് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്, എന്ത് വൃത്തിയാണ് ഈ കാണിക്കുന്നത്? അപ്പോൾ ഞാൻ ചിന്തിച്ച് ചോദിച്ചു, എടി ഇതെന്താണ് ഇങ്ങനെ കീറി നൈറ്റിയൊക്കെ ഇട്ടേക്കുന്നത്? എൻ്റെ ഇടി ഒരു നൈറ്റിക്ക് 10-300 രൂപ കൊടുക്കണം. ഇയാൾ ഡെയിലി വന്ന് ഇടിക്കും എന്നെ, നൈറ്റ് കീറിക്കളയും. അപ്പം ഞാൻ വർക്കിംഗ് ഡ്രസ് ഇട്ട് ഇടി മേടിക്കാൻ നിൽക്കുന്നതാണെന്ന്. അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എന്നൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഇടിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരെ ബോക്സിങ് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. നിന്നെ ഇടിച്ചാൽ നീ ഇടിക്കണമെന്ന് ഞാൻ പറയും. പെൺപിള്ളേർ 2 പേരും അല്ലേ? 3 എണ്ണം. 3 പിള്ളേരാ. അതിനൊരു കുറവും വരുത്തിയിട്ടില്ല, അമാന്തത വരുത്തിയിട്ടില്ല. അതിന് കമന്റ് ഒക്കെ വരാറുണ്ട്, കഷ്ടപ്പാടും ദുരിതമാണെങ്കിലല്ലേ ചറപറ പിള്ളേരാണ്. എന്നിട്ട് അങ്ങനെ ഒരാളാ, പെൺപിള്ളേർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളാ. പക്ഷേ ആണുങ്ങളെക്കാൾ എന്താ, പക്ഷെ ആണുങ്ങളെ എനിക്ക് ഇഷ്ടമാണ്.
ആണുങ്ങളെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പെമ്പിളാരെ ഇപ്പത്തെ കാലത്ത് ഇത് നെഗറ്റീവ് കമന്റ് വരും ഓർത്ത് പേടിച്ചിട്ട് പറഞ്ഞല്ലേ? അല്ല, കൂടുതൽ സോഷ്യൽ മീഡിയ ആണുങ്ങളാട്ടോ അടിയെ വന്ന് പൊങ്കാല ഇടും, അതൊന്നും പേടിയില്ല. അതൊന്നും പേടിയില്ല. അങ്ങനെ കമന്റ് ഒക്കെ എന്ത് വേണേ കേട്ടോ, ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ് ഇല്ലാത്ത ആളാ, ചുമ്മാ എന്തിനാ നെഗറ്റീവ് ഒക്കെ മേടിച്ചു കൂട്ടുന്നത്? അല്ല, ഞാൻ കമന്റ് ഒക്കെ ഇടാറുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ വീഡിയോയുടെ ഇടയിലൊക്കെ ഞാൻ കണ്ടുപിടി. ഞാൻ പേടിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് ഈ അടുത്ത് ഇട്ട നെഗറ്റീവ് കമന്റ് ഏതാ ഓർത്തിരിക്കുന്നത്? എനിക്ക് വീഡിയോ അല്ല, എന്താ സുധി ചേച്ചി ഇടുന്നല്ലേ പറഞ്ഞത്? ഈ നെഗറ്റീവ് ഒന്നും ഇടൂല, പോസിറ്റീവ് ഇടുള്ളൂ. ലവ് ചിഹ്നം 2 മറ്റേ ഈ വാഗ തുറന്നൊക്കെ എഴുതാറുണ്ട്. വാ തുറന്നൊക്കെ എഴുതാറുണ്ട്. അതെന്താ മനസ്സ് തുറന്നിട്ട് ഇങ്ങനെ എഴുതി വിടാം. എന്താ എഴുതി വിട്ടെ? ഈ അടുത്ത് എഴുതി വിട്ട ഒരു സാധനം പറഞ്ഞു നോക്കി എടുക്കണം എഴുതി. അങ്ങനെ അല്ലെങ്കിൽ ഓർത്ത് എഴുതിയത്? നിങ്ങൾ എന്നെ ഏറിക്കറ്റാളോ? അല്ല, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. ഈ അടുത്ത് ആരുടെ തമ്പിലാണ് അടി കൊണ്ടേ കമന്റ് ഇട്ടത്? ഒന്നിനും അടി ജാസി പോസ്റ്റില് ജാസി. ജാസി അത് ഭയങ്കര കണ്ടായിരുന്നു. എന്താ അത് ഭയങ്കര പ്രശ്നമായിരുന്നു.